ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ വീഡിയോ ആണ്. സോ ഇത് നമ്മുടെ ഫൈനൽ സെക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സെക്ഷൻ ആണ് പേജിനേഷൻ. സോ എന്താണ് പേജിനേഷൻ? ആക്ച്വലി നമ്മൾ API കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാബേസിനകത്ത് ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ 10,000, 50,000, 1,00,000 കൂടുതൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ സിംഗിൾ APIയിൽ നമ്മൾക്ക് ഇത്രയും റെക്കോർഡ്സ്, അതായത് 1,00,000 കൂടുതൽ റെക്കോർഡ് തരുന്നതിന് പകരം നമുക്കിത് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോൾ 100 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 10 റെക്കോർഡ്സ് ആയിട്ട് നമുക്ക് ഒരൊറ്റ API കോളിൽ സ്പ്ലിറ്റ് ആയിട്ട് 10 റെക്കോർഡ്സ് ആയിട്ട് തരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിന് നമ്മൾ പേജിനേഷൻ എന്ന് പറയും. ഇത് ചെയ്യാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒറ്റ API കോളിൽ ഇപ്പോൾ 1,00,000 ഡേറ്റ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ക്ലയൻറ്റ് സൈഡിൽ അത് സ്ലോ ആവും. സോ ഇതിനെ നമ്മൾ സെർവർ സൈഡ് പേജിനേഷൻ എന്ന് പറയും. നമുക്ക് ക്ലയൻറ്റ് സൈഡ് പേജിനേഷൻ ഉണ്ട്, സെർവർ സൈഡ് പേജിനേഷൻ ഉണ്ട്. സോ സെർവർ സൈഡ് പേജിനേഷനിൽ കൂടുതൽ ഫാസ്റ്റർ ആയിരിക്കും ക്ലയൻറ്റ് സൈഡിനെക്കാളും. ഓക്കെ, സോ പേജിനേഷനിൽ നമുക്ക് DRFനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് പേജ് നമ്പർ പേജിനേഷൻ ഉണ്ട്, ലിമിറ്റ് ഓഫ്സെറ്റ് പേജിനേഷൻ ഉണ്ട്, കർസർ പേജിനേഷൻ ഉണ്ട്. അതല്ല നമുക്ക് കസ്റ്റം പേജിനേഷൻ സ്റ്റൈലും ഉണ്ട്. ഓക്കെ, സോ ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ DRFനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ റെസ്റ്റ് ഫ്രെയിംവർക്കിന്റെ ഈ ഒരു കോഡ് നമ്മൾ settings.py ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഫ്രെയിംവർക്കിനകത്ത് ഡീഫോൾട്ട് പേജിനേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ പേജിനേഷൻ. സോ ഞാൻ ഇവിടെ പേജ് നമ്പർ പേജിനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പേജ് സൈസ് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് 100 ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ ഡീഫോൾട്ട് പേജ് സൈസ് എന്ന് പറഞ്ഞാൽ 100. അതായത് ഇപ്പോൾ 1000 ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ API കോളിൽ നമുക്ക് 100 ഡേറ്റാസ്, അതായത് ഒരു പേജിൽ 100 ഡേറ്റാസ് മാത്രം കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, സോ views.py ഫയലിനകത്ത് നമ്മൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് കസ്റ്റം പേജിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് പേജ് നമ്പർ പേജിനേഷൻ കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ നമുക്ക് പേജ് നമ്പർ പേജിനേഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഹെഡർ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഫ്രം റെസ്റ്റ് ഫ്രെയിംവർക്ക് ഡോട്ട് പേജിനേഷൻ ഇമ്പോർട്ട് പേജ് നമ്പർ പേജിനേഷൻ. ഓക്കെ, സോ ഇതിൽ നമ്മൾ കസ്റ്റം പേജിനേഷനകത്ത് നമ്മൾ പേജ് സൈസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, നമ്മൾ settings.pyയിൽ നമുക്ക് ഡീഫോൾട്ട് 100 ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. നമ്മളിവിടെ പേജ് സൈസ് 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ഡേറ്റ ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ പേജ് സൈസ് കൊറിപ്പരാം, അതായത് നമ്മൾ APIനകത്ത് നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. ഇവിടെ ക്വസ്റ്റ്യൻ പേജ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു. ഓക്കെ, ഈ കൊറി പാരാമിന്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം, പേജ് അല്ലെങ്കിൽ പേജ് അണ്ടർസ്കോർ സൈസോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ്. ഈ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ മോഡൽ വ്യൂ സെറ്റിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. മോഡൽ വ്യൂ സെറ്റിനകത്ത് നമുക്ക് ഓൾറെഡി ഇത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പേജിനേഷൻ അണ്ടർസ്കോർ ക്ലാസ്, ഓക്കെ, ഈ വേരിയബിൾ നെയിം ഇത് തന്നെ ആയിരിക്കണം. പേജിനേഷൻ അണ്ടർസ്കോർ ക്ലാസ് ഈക്വൽ ടു നമ്മൾ കസ്റ്റം പേജിനേഷൻ ആയിരിക്കും എടുക്കുന്നത്. സോ ഈ പേജിനേഷൻ നമുക്ക് ആക്ച്വലി നമ്മൾ ഗെറ്റ് മെത്തേഡിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സോ ലിസ്റ്റ് മെത്തേഡിനകത്ത്, ഓക്കെ, ഡെഫ് ലിസ്റ്റിനകത്ത് ഞാനിവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മൊത്തം റെക്കോർഡ് എടുക്കുന്നതിന് പകരം നമുക്ക് വേണ്ടത് പേജിനേറ്റഡ് കൊറി സെറ്റ് ആണ്. ഓക്കെ, സോ പേജിനേറ്റഡ് അണ്ടർസ്കോർ കൊറി സെറ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്ത് ഞാനിവിടെ സെൽഫ് ഡോട്ട് പേജിനേറ്റ് അണ്ടർസ്കോർ കൊറി സെറ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ ക്യൂറി സെറ്റ്. ആക്ച്വലി ഈ സംഭവം നമുക്ക് ഈ ക്ലാസ്സിനകത്ത് തന്നെ കിട്ടും. ഓക്കെ, പേജിനേറ്റ് അണ്ടർസ്കോർ ക്വറി സെറ്റ് ഇത് ആക്ച്വലി ജാങ്കോന്റെ മെത്തേഡാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് കിട്ടും. ഓക്കെ, സോ പേജിനേറ്റ് അണ്ടർസ്കോർ ക്വറി സെറ്റിനകത്ത് നമുക്ക് ഡേറ്റാസ് ഉണ്ട്. ഇനി അടുത്ത ഇതിനെ സീരിയലൈസ് ചെയ്യണം. ഓക്കെ, സീരിയലൈസ് ദ പേജിനേറ്റ് ക്വറി സെറ്റ്. ഇവിടെ നമ്മൾ ഈ ക്വറി സെറ്റ് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ പേജിനേറ്റ് അണ്ടർസ്കോർ ക്വറി സെറ്റ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. മെനി ഈക്വൽ ടു ട്രൂ. സോ ഒന്നിൽ കൂടുതൽ ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ മെനി ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. സോ ഈ സീരിയലൈസർ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഡേറ്റ ഫിൽട്ടർ ചെയ്തെടുക്കും. സെൽഫ് ഡോട്ട് ഗെറ്റ് പേജിനേറ്റഡ് റെസ്പോൺസ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ മോഡൽ വ്യൂ സെറ്റിനകത്ത് ഞാനിവിടെ APIയിൽ
API വ്യൂസറിൽ പോയി ഇവിടെ ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ അതുകൊണ്ട് കൗണ്ട് എന്ന് പറഞ്ഞ 7, അതായത് നമ്മുടെ ടോട്ടൽ റെക്കോർഡ് കൗണ്ട് ആണ് ഇവിടെ 7. ഇതാണ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. സോ ഇവിടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഡേറ്റ എത്ര ഉണ്ട്? 7. സോ എന്റെ ഡേറ്റാബേസിനകത്ത് 7 ഡേറ്റ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേജ് ഈക്വൽ ടു 2. ആക്ച്വലി ഇത് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജ് ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പേജ് 2ലേക്ക് പോകും. പിന്നെ പ്രീവിയസ് നള്ളായിരിക്കും, കാരണം 1ന് ബാക്ക് ഇല്ല. സോ പ്രീവിയസ് നള്ളായിരിക്കും. റിസൾട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ 200. പിന്നെ ഇവിടെ ഡേറ്റ എന്ന് പറയുന്നത് ഉണ്ട് 5 ഡേറ്റയാണ് എടുത്തോട്ട് വരും. കാരണം നമ്മൾ ഇവിടെ 5 ഇവിടെ കൊടുത്തത്. അവിടെ നമുക്ക് വേണമെങ്കിൽ 2 റെക്കോർഡായിട്ട് നോക്കാം. ഡീഫോൾട്ട് 2. ഇപ്പൊ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 റെക്കോർഡ് മാത്രം എടുത്തോണ്ട് വരും. സോ നമ്മൾ ഇവിടെ എന്താണോ കൊടുത്തത് അതിനനുസരിച്ചായിരിക്കും ഇവിടെ ഡേറ്റ ഇത്രയും കാണിക്കുന്നത്. ഇനി മൊത്തം ഡേറ്റ എടുത്തോണ്ട് വരണമെങ്കിൽ നമുക്ക് ഇവിടെ പേജ് സൈസ് കമന്റ് ചെയ്തിട്ട് നമുക്കിവിടെ മൊത്തം ഡേറ്റ എടുത്തോണ്ട് വരും. സോ ഇവിടെ കണ്ട 7 റെക്കോർഡ് ഉണ്ട്. ഓക്കെ, 7 റെക്കോർഡ് ഉണ്ട്. സോ നെക്സ്റ്റ് പ്രീവിയസ് ഒന്നും ഇല്ല. നമുക്ക് പേജ് സൈസ് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്കിവിടെ തിരിച്ചാക്കാം. നമുക്ക് പേജ് സൈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ 100 ആണ് വരുന്നത്. 100 അല്ല, നമുക്കിവിടെ 3 റെക്കോർഡായിട്ട് കൊടുക്കാം. ഓക്കെ, 3 റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 3 റെക്കോർഡ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ API ആണ് വിളിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേജ് ഈക്വൽ ടു ഓക്കെ, ഇതാണ് നെക്സ്റ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞത്. അപ്പൊ പേജ് ഈക്വൽ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത റെക്കോർഡ് എടുത്തോണ്ട് വരുന്നത് 3, 4, 5. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ പേജ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത പേജ് ഈക്വൽ ടു 3. പ്രീവിയസ് എന്ന് പറയുന്നത് മുന്നിലത്തെ പേജ്. ഇനി അടുത്ത പേജിലോട്ട് പോവാം, 3ലേക്ക് പോവാം. ഓക്കെ, അടുത്തതിൽ പോകുമ്പോൾ നമുക്കിവിടെ ഒരൊറ്റ റെക്കോർഡേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നള്ളാണ്, കാരണം അടുത്തത് ഇല്ല. നമ്മൾ പേജ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ എറർ അടിക്കും. ഡീഫോൾട്ട് ഡീറ്റെയിൽ ഇൻവാലിഡ് പേജ്. ഓക്കെ, ഇങ്ങനെ ആണ് നമുക്ക് റെക്കോർഡ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പേജിനേഷനിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, പേജ് നമ്പർ പേജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, സെക്ഷനാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഈ പേജിനേഷൻ DRFന്റെ പേജിനേഷൻ അല്ലാതെ നമുക്ക് ജാങ്കോ കോറിനകത്ത് തന്നെ നമുക്കൊരു പേജിനേറ്റർ എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനൊരു പേജിനേറ്റർ ഞാൻ കോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോർ പേജിനേറ്ററിൽ നമ്മൾ ഈ പേജിനേറ്റർ എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ക്ലാസ് പേഴ്സണിന്റെ വ്യൂവിനകത്ത് തന്നെ ഇവിടെ പേഴ്സൺ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ആദ്യം നമ്മൾ മൊത്തം എടുത്തോണ്ട് വരും. എന്നിട്ട് പേജ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്നത് പേജ്, അതായത് ക്വറി പാരാംസിനകത്ത് പേജ് ഈക്വൽ ടു പേജ് എന്ന് പറയുന്ന ഒരു ക്വറി പാരാം ആണ്. അതിന്റെ വാല്യൂ എടുത്തോണ്ട് വരും. എന്നിട്ട് പേജ് സൈസ് നമ്മുടെ ഡീഫോൾട്ട് 3 എന്നാണ്. അത് കഴിഞ്ഞിട്ട് പേജിനേറ്റർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഒബിജെ പേഴ്സൺ, അതായത് പേഴ്സൺ മോഡൽ നമ്മൾ പാസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മൾ പേജ് സൈസും കൂടെ പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സീരിയലൈസറിനകത്ത് പേഴ്സൺ സീരിയലൈസറിൽ നമ്മൾ പേജിനേറ്റർ വേരിയബിൾ ഉണ്ടല്ലോ, ഈ പേജിനേറ്റർ ഡോട്ട് പേജ്. ഓക്കെ, പേജ് എന്ന് പറയുന്നത് നമ്പർ, അതിൽ നമുക്ക് ആ പേജിലുള്ള ഒബ്ജക്ട്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ പാസ് ചെയ്തത്. പിന്നെ മെനി ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണം ഞാൻ കാണിച്ചു തരാം. ക്ലാസ് പേഴ്സൺ ആണ്. സോ ക്ലാസ് പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ് പേഴ്സൺ. ഓക്കെ, authentication credentials were not defined. അല്ലാതെ നോക്കാം. ക്ലാസ് പേഴ്സൺ നമ്മൾ ആദ്യം ബേസിക് ടോക്കൺ കൊടുക്കണം. ലോഗിൻ
ഇതിനകത്ത് കൊടുത്തിട്ട് നമ്മളിവിടെ ക്ലാസ് പേഴ്സണിനകത്ത് ഓതറൈസേഷൻ കൊടുക്കണം. അല്ല, ഹെഡേഴ്സിൽ ഓക്കെ. സോ ഇവിടെ കണ്ടോ 3 റെക്കോർഡാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, വേണമെങ്കിൽ എനിക്കിവിടെ കസ്റ്റം ചെയ്യും. ഇവിടെ 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. 2 റെക്കോർഡാണെങ്കിൽ ഇവിടെ നമുക്ക് 2 റെക്കോർഡായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ നമുക്ക് പേജ് ഈക്വൽ ടു പറഞ്ഞു കൊടുക്കാം. പേജ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 1, 2 എന്ന് പറയുന്നത് അടുത്ത റെക്കോർഡ് എടുത്തുകൊണ്ട് വരും. 3യും അതുപോലെ തന്നെ അടുത്ത റെക്കോർഡ് എടുത്തുകൊണ്ട് വരും. 5, 6, 4 എന്ന് പറയുന്നത് 7, അത് കഴിഞ്ഞിട്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് പേജ് നമ്പർ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ നോർമൽ പേജിനേറ്റർ ക്ലാസ് വെച്ചിട്ട്, അതായത് ജാങ്കോനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് പേജിനേറ്റർ. അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേജിനേഷന്റെ DRFനകത്ത് യൂസ് ചെയ്യുന്ന പേജിനേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ജാങ്കോ REST ഫ്രെയിംവർക്ക് ഈ ട്യൂട്ടോറിയൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് മൊത്തം കവർ ചെയ്തത്. നമ്മൾ മോഡൽ സീരിയലൈസേഴ്സ്, അതുപോലെ പേജിനേഷൻ, ഓതന്റിക്കേഷൻ, പിന്നെ പെർമിഷൻസ്, ഇതൊക്കെ എല്ലാം നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. ഇതിൽ API ഗൈഡിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് വേറെ കുറെ ഉണ്ട്. സോ അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് നമ്മൾ കുറെ നോക്കിയത്. ഇനി വേറെ കുറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാന്നുള്ളൂ. ഈ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് പ്രോജക്റ്റിന് എന്തൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.